ആടുമേച്ച് നടന്നപ്പോ എല്ലാരും തള്ളി. പരിശുദ്ധാത്മാവ് വന്നിട്ടും ദാവീദ് ആടുമേച്ച് നടന്നു. ദാവീദ് ആടുമേച്ച് നടന്നപ്പോ ദാവീദ് ഒറ്റയ്ക്കിരുന്ന് പാട്ടുപാടുമായിരുന്നു. പരിശുദ്ധാത്മ വരുമ്പോ അവൻ ഗിറ്റാർ വായിക്കുമായിരുന്നു, അവൻ പാടുമായിരുന്നു. ആ സമയത്ത് അവൻ പറയുകയാണ്, ഇവനും പണക്കാരനാ, ഇവന് പണമുണ്ട്, അവന് പണമുണ്ട്, ഇവന് പദവിയുണ്ട്, അവന് പദവിയുണ്ട്, എനിക്ക് പണവുമില്ല, എനിക്ക് പദവിയുമില്ല. പക്ഷെ അവർക്ക് ധാന്യത്തിന്റെയും സമൃദ്ധിയിലെ പണത്തിന്റെയും സന്തോഷത്തിൽ ഉള്ളതിനേക്കാൾ ഏറെ സന്തോഷം എന്റെ ഉള്ളിൽ ദൈവം തന്നിട്ടുണ്ട്. അതത്രേ പരിശുദ്ധാത്മാവ്. ഈ രാത്രി ദൈവം അതാ ചെയ്യാൻ പോകുന്നത്. പൊന്നുമക്കളെ, നീ ദാരിദ്ര്യത്തിലായിരിക്കാം, നീ പ്രയാസത്തിലായിരിക്കാം, നീ ദുഃഖത്തിലായിരിക്കാം, നീ കടഭാരത്തിലായിരിക്കാം. എന്നാൽ മറ്റുള്ളവർക്ക് ആർക്കുമില്ലാത്ത സന്തോഷം, മറ്റുള്ളവർക്ക് ആർക്കുമില്ലാത്ത സന്തോഷം നിന്റെ മുഖത്ത് ഈ രാത്രി വരാൻ പോകുക. നാളെ മുതൽ നിന്നെ കാണുന്നവർ ചോദിക്കും, നാളെ മുതൽ നിന്നെ കാണുന്നവർ ചോദിക്കും. ഉറപ്പിച്ച് ഞാൻ പറയുക, പരിശുദ്ധാത്മാവിൽ പ്രവേശിച്ച് പറയുക, നാളെ മുതൽ അനേകം പണക്കാരന്മാർ നിന്റെ അടുക്കൽ വരും. ഞങ്ങൾക്ക് ഇത്രയും പണമുണ്ട്, ഞങ്ങൾക്ക് ഇത്രയും പദവി ഉണ്ട്, ഞങ്ങൾക്ക് ഇത്രയും ജോലിയുണ്ട്, ഞങ്ങൾക്ക് 2 നില വീടുണ്ട്. പക്ഷെ നിന്റെ മുഖത്തുള്ള ഈ സന്തോഷം കിട്ടാൻ ഞങ്ങൾക്ക് എന്തോ ചെയ്യണം. നിന്റെ മുഖത്തുള്ള ഈ സമാധാനം കിട്ടാൻ, നിന്റെ മുഖത്തുള്ള സന്തോഷം കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോ നീ പറയൂ എന്താണെന്നറിയാമോ? നീ പറയൂ, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ വന്നതുകൊണ്ട്, ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ നിറഞ്ഞതുകൊണ്ട് ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ നിങ്ങൾക്കുള്ളതിനേക്കാൾ ഏറെ ആനന്ദം ദൈവം എന്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്നു. ഏറ്റെടുത്ത മക്കളെ, ഇത് ചുമ്മാ പറഞ്ഞു വിടുന്നതല്ല, ഇത് പരിശുദ്ധാത്മാവിൽ പ്രവചിക്കുന്നതാ. ഇത് ഞാൻ ചുമ്മാ പറഞ്ഞു വിടുന്നതല്ല. ഇത് നിശ്ചയം നീ വിശ്വസിച്ച, ഈ നിശ്ചയം നീ വിശ്വസിച്ച ഈ രാത്രി ഈ ആരാധന നടക്കുമ്പോൾ നിന്റെ മേൽ ദൈവം അത് ചെയ്തിരിക്കും. നിന്റെ മുഖം കാണുമ്പോൾ ദൈവദൂതനെ പോലെ ഇരിക്കും. ഹല്ലേലൂയ. വലിയ 100 കൂട്ടം പ്രശ്നം നിനക്കുണ്ടായിരിക്കാം. 100 കൂട്ടം പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് നീ ചിരിച്ചുകൊണ്ട് നടക്കും. കാണുന്നവരെല്ലാരും നോക്കി നീ പൊട്ടിച്ചിരിക്കും. 100 പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിന്റെ മുഖത്ത് വാട്ടമുണ്ടാകത്തില്ല, നിന്റെ മുഖത്ത് നിരാശയുണ്ടാകത്തില്ല, നിന്റെ മുഖത്ത് ദുഃഖമുണ്ടാകത്തില്ല. നീ എപ്പോഴും ആനന്ദത്താ, നീ എപ്പോഴും പ്രകാശത്താൽ നിറയും. കാര്യം നീ ഒറ്റയ്ക്കല്ല, ദൈവിക ജീവനായ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ദൈവം അയക്കുക. എത്രവർ വിശ്വസിക്കുന്നുണ്ട്? ഈ രാത്രി ദൈവം എന്റെ മേൽ ആത്മാവിനെ പകരാൻ പോകുന്ന എത്രവർ വിശ്വസിക്കുന്നുണ്ട്? ദൈവം അത് ചെയ്തിരിക്കും. മനുഷ്യൻ വിശ്വസ്തനല്ല. മനുഷ്യൻ ഒന്ന് പറയും, നാളെ മാറ്റി പറയും. ദൈവം ഒന്ന് പറഞ്ഞാൽ അവൻ മാറ്റി പറയുന്നവനല്ല. ദൈവം പറഞ്ഞാൽ നിശ്ചയം അത് ചെയ്തിരിക്കും. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ കർത്താവ് യേശു തന്റെ ശിഷ്യന്മാരെ നോക്കിയിട്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, യോഹന്നാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി. കേൾക്കും മക്കളെ, ഇന്ന് അവരോടല്ല, ഇന്ന് നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് യേശു ഇവിടെ നിന്നുകൊണ്ട് നിന്നോട് പറയാണ്, യോഹന്നാനിലെ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി. എന്നാൽ നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധ ആത്മാവിനാൽ സ്നാനം ഏൽക്കൂ. അത് ഈ രാത്രിയാണ്. നിങ്ങളാകട്ടെ ഏറെ താമസിക്കാതെ, മണിക്കൂറുകൾ വേണ്ട, അരമണിക്കൂറുകൾ പോണ്ട, ഈ ആരാധനയിൽ ഏറെ താമസിക്കാതെ നിങ്ങൾ പരിശുദ്ധ ആത്മാവിനാൽ സ്നാനം ഏൽക്കൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുഞ്ഞുമക്കളെ, പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പൊന്നുമക്കളെ, ഞാനിതിപ്പോ നിറയുക. ചോദിക്കുന്ന എല്ലാവർക്കും ലഭിക്കും. ചോദിക്കുന്ന എല്ലാവർക്കും. പക്ഷാഭേദമുള്ളവനല്ല നമ്മുടെ പക്കം. നമ്മുടെ ദൈവം പക്ഷാഭേദമുള്ളവനല്ല. അവന് കൊടുക്കും, ഇവന് കൊടുക്കും, അവക്ക് കൊടുക്കും, ഇവക്ക് കൊടുക്കും, നിനക്ക് തരത്തില്ല. നോ. ചോദിക്കുന്ന ഏവന് അപ്പ പരിശുദ്ധാത്മാവിനെ താ, നിന്റെ ആത്മാവിനെ താ എന്ന് ആരൊക്കെ അവളോട് ചോദിക്കുന്ന എല്ലാവർക്കും സമൃദ്ധമായി കൊടുക്കുന്നവരെന്ന് കർത്താവായ യേശു. ഹല്ലേലൂയ. നിന്റെ മേൽ അത് വരികയാൻ പോകും. നിന്റെ മേൽ അത് വരികയാണ് മക്കളെ. ഈ രാത്രി ദൈവം നിന്റെ മേൽ പകരാൻ പോവുക. ഈ രാത്രി നീ അത് സംഭവിക്കാൻ പോവുക. ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? അപ്പോസ്തല പ്രവൃത്തി അതിൽ 16-ാം അധ്യായം അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ച ആരാധനയിലേക്ക് കടക്കാം. ഹല്ലേലൂയ. അപ്പൊ മഴയെല്ലാം മാർന്നു കിട്ടി. നമുക്ക് ഇനി ആത്മാവിൽ നിറഞ്ഞ് ഒന്ന് ആരാധിക്കണം, ഇന്നൊന്ന് ആഘോഷിക്കണം. കാര്യം എന്റെ ജീവിതത്തില് രണ്ടാമത്തെ ശുശ്രൂഷ